ഒന്നും രണ്ടുമല്ല, നീണ്ട 24 വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. 2002 ജപ്പാനിലെ യോക്കോഹമ സ്റ്റേഡിയത്തിൽ നിന്ന് തുടങ്ങിയ ആരവങ്ങൾ പെട്ടെന്നാണ് ലോകം അന്ന് ഏറ്റുപിടിച്ചത്. കാൽപന്തിനെ നെഞ്ചിലേറ്റുന്ന ബ്രസീൽ ആരാധകർ മുഴുവൻ മഞ്ഞയും പച്ചയും നിറങ്ങളിൽ നൃത്തമാടി. ലോകം അങ്ങനെ സാമ്പാതാളത്തിലേക്ക് ലയിച്ചു. 1994 കൈപ്പിടിയിലൊതുക്കിയ ആ കനക കിരീടം 98 ഫൈനലിൽ സിനദിൻ സിദാന്റെ സംഘത്തോട് അടിയറവ് പറഞ്ഞതിൽ പിന്നെ ആ കൂട്ടത്തിന് ഭ്രാന്തായിരുന്നു. 5ാമത് ലോക കിരീടം സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാനുള്ള അടങ്ങാത്ത ഭ്രാന്ത്. 2002 ആ ഭ്രാന്തിനെ ആ സംഘം യാഥാർത്ഥ്യമാക്കി. റെക്കോർഡുകളുടെ ചാകരയും കൊണ്ടായിരുന്നു അന്നവർ ബ്രസീലിലേക്ക് തിരിച്ചത്. പിന്നീട് അവർക്ക് കാത്തിരിപ്പായിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 2010 ദക്ഷിണാഫ്രിക്കയിൽ കാണാമെന്നവർ മനസ്സിലുറപ്പിച്ചു. പക്ഷേ കാനറികൾക്ക് പ്രതീക്ഷകളുടെ ദൂരം കൂടി വരികയായിരുന്നുവെന്ന് അവരറിഞ്ഞിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയും കൈവിട്ടു. കാത്തിരിപ്പ് അങ്ങനെ 4 വർഷമായി. പിന്നീട് അത് 8 ആയി, 8 12 ആയി, 12 16 ആയി. അതങ്ങനെ 24 എത്തി നിൽക്കുന്നു. വർഷം 2026 എത്തി നിൽക്കുമ്പോൾ ആ സംഘത്തിന് എടുത്തു പറയേണ്ടത് അവരുടെ പരിശീലകനെ തന്നെയാണ്. മറ്റാരുമല്ല, കാർലോ ആൻസലോട്ടിയാണ് അയാൾ. ഒന്നും കാണാതെ ഒരു ടീമിന്റെയും പരിശീലക കുപ്പായം അയാൾ അണിയില്ലെന്നുറപ്പാണ്. പറ്റില്ലെങ്കിൽ ഇല്ലെന്ന് തുറന്നു പറയുന്ന പക്ക കാർക്കശ്യക്കാരൻ. കൃത്യമായ പ്ലാനില്ലാതെ ബ്രസീലിലേക്ക് ആൻസലോട്ടി വണ്ടി കയറില്ലെന്ന് അയാളെ അറിയുന്നവർക്കറിയാം. 2022 ഖത്തറിൽ സ്പെയിനിനെയും പോർച്ചുഗലിനെയും വരച്ച വരയിൽ നിർത്തിയ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയാണ് എതിരാളികൾ. റയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയറും ബാഴ്സലോണയുടെ റഫീഞ്ഞയും സീസണിൽ മിന്നും ഫോമിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാത്യൂസ് ഗുൻഹ എന്നിവരായിരിക്കും അറ്റാക്കിംഗ് നിരയിൽ. ബെഞ്ചിലിരിക്കുന്നത് എൻട്രിക്കും ആഴ്സണലിന്റെ ഗബ്രിയേൽ മാർട്ടിനെല്ലിയും ലൂയിസ് എൻഡിക്കും ഇഗോർ തിയോഗയും ബോൺമൌത്തിന്റെ വണ്ടർകിഡ് റയാനുമാണ്. മിഡ്ഫീൽഡിലാണ് ബ്രസീലിൽ ആശങ്ക നിലനിൽക്കുന്നത്. ഇതിഹാസങ്ങൾ അണിനിരന്ന ആ കോംബോയിൽ നിലവിലുള്ളവർ എത്രത്തോളം അരങ്ങു തകർക്കുമെന്ന് നോക്കേണ്ടി വരും. കോപ്പയിലും യോഗ്യതാ മത്സരങ്ങളിലും ബ്രസീലിന്റെ പിഴവ് മിഡ്ഫീൽഡ് തന്നെയായിരുന്നു. എഡേഴ്സൺ, ഡാനിലോ, അലക്സാണ്ടർ എന്നിവരിൽ അത്ര വിശ്വാസമില്ലെങ്കിലും ശുഭാപ്തി വിശ്വാസമല്ലാതെ ആരാധകർക്ക് വേറൊന്നും വെക്കാനില്ല. എന്നാൽ റയൽ മാഡ്രിഡിന്റെയും യുണൈറ്റഡിന്റെയും വിശ്വസ്തരായിരുന്ന കാസ്മിറോയും ബ്രൂണോ ഗ്യുമറൈസിലും ആരാധകർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കാനില്ല. പുറകിലെ വൻമതിലിൽ പിന്നെ ആശങ്കകൾക്കൊന്നും വകയില്ലാത്തതാണ്. 2026 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മാറ്റുരച്ച മാർട്ടിനസും ആഴ്സണലിന്റെ ഗബ്രിയേൽ മഗല്ലാസും എണ്ണം പറഞ്ഞ താരങ്ങളാണ്. യുവന്റസിന്റെ ബ്രമർ, അൽ അഹ്ലിയുടെ റോജർ ഇബാനസ് എന്നിവർ ബെഞ്ചിലുമുണ്ട്. ഗോൾ വല കാക്കാൻ അലിസൺ ബെക്കർ അല്ലാതെ മറ്റാര്? മറുവശത്ത് മൊറോക്കോയാണ്. ഇതേ മൊറോക്കോയാണ് 2023 മാർച്ചിൽ ബ്രസീലിനെ 2-1 പരാജയത്തിന്റെ കൈപ്പുനീർ കുടിപ്പിച്ചത്. ഖത്തർ ലോകകപ്പിൽ 4ാം സ്ഥാനക്കാരായുള്ള രാജകീയ യാത്ര ആരും മറന്നു കാണാനിടയില്ല. യോഗ്യത റൗണ്ടുകളിൽ 22 ഗോളുകൾ വാരിക്കൂട്ടിയാണ് ആ സംഘം അമേരിക്കയിലേക്ക് വന്നത്. പ്രതിരോധവും അറ്റാക്കും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മൊറോക്കോയെ ബ്രസീൽ മാത്രമല്ല ബാക്കിയുള്ള ടീമുകളും പേടിക്കേണ്ടി വരും. PSG-യുടെ അഷ്റഫ് ഹക്കീമി തന്നെയാണ് ആ ടീമിന്റെ മുഖം. റയൽ മാഡ്രിഡിന്റെ ബ്രാഹിം ഡയസ് കൂടി ചേരുമ്പോൾ ആ കൂട്ടുകെട്ടിനെ കൂടുതൽ പേടിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഖത്തറിലെ പെനാൽറ്റി ഹീറോ യാസീൻ ബോണോയാണ് ഗോൾ കീപ്പർ. പ്രതിരോധത്തിന്റെ ചുമതല ക്യാപ്റ്റനും സൂപ്പർ താരവുമായ അഷ്റഫ് ഹക്കീമിക്കാണ്. പരിക്കിന്റെ ചെറിയ ആശങ്കയുണ്ടെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നൗസായിർ മസ്റൂയിയും പ്രതിരോധ കോട്ടകാക്കാൻ ഒപ്പമുണ്ട്. നായഫ് അഗേഡിന് പരിക്കേറ്റതിനാൽ ഇസാ ദിയോപ്പും ചാദി റിയാദുമാണ് സെന്റർ ബാക്ക് സ്ഥാനങ്ങളിൽ അണിനിരക്കുന്നത്. മിഡ്ഫീൽഡിൽ കളിമെനയാൻ അസദീൻ ഔനാഹി എന്ന പരിചയസമ്പന്നനായ താരം അണിനിരക്കുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടായി നീലൻ ഐനോവിയും അയൂബ് ബൗ ആദിയും അടങ്ങുന്ന യുവനിരയുമുണ്ട്. വിങ്ങിലൂടെയുള്ള ബ്രാഹിം ഡയസിന്റെ മിന്നൽ നീക്കങ്ങളും ഇസ്മായിൽ സൈബാരിയുടെ സ്ട്രൈക്കിംഗ് കരുത്തും ബ്രസീൽ പ്രതിരോധത്തിന് വലിയ ഭീഷണിയാകും. വിങ്ങർ അബ്ദെ എസലൂസിക്ക് പരിക്കേറ്റത് ചെറിയൊരു തിരിച്ചടിയാണെങ്കിലും ബിലാൽ എസ് ഖാനൂസ് ആ സ്ഥാനം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാണ്.